Good morning, guys. We are leaving Delhi today. Leaving എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പോവല്ല, ബട്ട് സ്വന്തമായി പറയുന്ന ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഡൽഹിയിൽ ദിസ് ഇസ് അവർ ലാസ്റ്റ് ഡേ. കാരണം നാളെ നമ്മൾ ആഗ്ര പോവാണ്. ആഗ്ര പോയി താജ്മഹൽ, ആഗ്ര ഫോർട്ടൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് ബാഗ് പാക്ക് ചെയ്ത് നമ്മൾ ഡൽഹി വിടുവാണ്. സോ നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് വിസിറ്റ് ആണ് ഇന്ന്. ഇന്നും കൂടെ നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് ഉള്ളൂ. ഡൽഹിയിൽ ഇന്നും കൂടെ ഉള്ളൂ. കറന്റ്ലി വി ആർ ഇൻ അപ്പോളോ ഹോസ്പിറ്റൽ, ന്യൂഡൽഹി. അപ്പോളോ ഹോസ്പിറ്റൽ എന്നൊന്നും പറയാൻ പറ്റില്ല, അപ്പോളോ എയർപോർട്ടിൽ വേണം പറയാൻ. ഐ ആം അപ്പോളോഫൈഡ്. എന്താ അല്ലേ, കിളി പോയി കിളി. ഡൽഹിയില് ഇത് സെക്കൻഡ് വണ്ണാണ്, ഫസ്റ്റ് വണ്ട് ചെന്നൈയില്. ഇതിങ്ങനെയാണെങ്കിൽ ചെന്നൈ എന്തായിരിക്കും? സത്യം, ഇത് കേറുമ്പോ എന്തോ ഷോപ്പിംഗ് കോംപ്ലക്സ് കയറിയ പോലെ. ദിസ് ഹോസ്പിറ്റൽ ഇസ് ലൈക്ക് ആൻ എയർപോർട്ട്. ഇവിടുത്തെ ക്ലറിക്കൽ സ്റ്റാഫിനെ കാണാൻ എയർപോർട്ടിലെ ഗ്രൗണ്ട് സ്റ്റാഫിനെ പോലെ ഉണ്ട്. വാട്ട് ഇസ് ദ പ്രോബ്ലം? ഇവിടുത്തെ ജനറൽ വാർഡ് കാണാൻ ICU പോലെ, ലെവൽ 1 ICU കാണാൻ ലെവൽ 4 ICU പോലെ. അപ്പൊ ലെവൽ 4 ICU ഒക്കെ എന്തായിരിക്കും അല്ലേ? സ്യൂട്ട് റൂം ഒന്നും എനിക്ക് ഇമാജിൻ ചെയ്യാം. എന്താ പറഞ്ഞേ? അതാ ഞാനും പറഞ്ഞേ, ഇല്ലാത്ത ബ്രാൻഡുകളില്ല അതിന്റെ ഉള്ളില്. ഗിഫ്റ്റ് ഷോപ്പ് വരെ ഉണ്ട്. എന്താ അല്ലേ? ആർക്ക് വേണ്ടി? പ്രധാനമന്ത്രിയൊക്കെ, പ്രൈം മിനിസ്റ്റർ ഒക്കെ എന്തോ നട്ടുവെച്ചാണ്. നമ്മൾ എങ്ങോട്ടാ പോന്നേ? നമ്മൾ ഫുഡ് പോവാ? അല്ല, റെഡ് ക്രോസ് സൊസൈറ്റി അല്ല, റെഡ് ക്രോസ് ഹോസ്പിറ്റൽ അല്ലേ? സൊസൈറ്റി അല്ലേ? അതിൽ ആദ്യം പറഞ്ഞേ. നാളെ നമ്മൾ തിരിച്ചു പോവാ. നിനക്ക് സന്തോഷാണോടാ? മടുത്തല്ലേ? ഞാൻ മടുത്തില്ല. അയ്യോ, ഒന്ന് കഴിച്ച് മതിയായി. അതെ. Hi, we all came to have lunch. We came to have food to our actual spot of in Delhi. I don't know where is it actually. That ഊണ് കഴിഞ്ഞുള്ള പായസം. Cheers. പ്രസിഡന്റ് നിൽക്കുന്നത്. അപ്പൊ ആ സൈഡ് ഇന്ത്യ ഗേറ്റ് വരും. സൊസൈറ്റി. പക്ഷെ നമ്മൾ പോകുന്നത് ഇങ്ങോട്ടല്ല, നമ്മൾ പോകുന്നത് റെഡ് ക്രോസ് സൊസൈറ്റി. ആ നാഷണൽ ആർട്ട് ഗാലറി പോവായിരുന്നു. ആർട്ട് ഗാലറിയിലൊക്കെ കൊണ്ടുപോകായിരുന്നു, കുറച്ചുകൂടെ നല്ലതായിരുന്നു. യെസ്. അല്ല, നീ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ട്. ഇതാണ് ന്യൂ പാർലമെന്റ് ഹൗസ് എന്നാണ് ടൂർ ഗൈഡ് പറഞ്ഞത്. പക്ഷെ ഓൾഡ് പാർലമെന്റിനാണ് കുറച്ചുകൂടെ ലുക്ക് കൂടുതൽ. റെഡ് ക്രോസ് സൊസൈറ്റിയോട് കൂടി നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വിസിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അഡ്മിനിസ്ട്രേഷൻ ട്രിപ്പ് കഴിഞ്ഞു. ഇനി നമ്മുടെ താജ്മഹലും കൂടെ ഉള്ളൂ. അതോടെ എല്ലാം. വി റീച്ച്ഡ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. എന്താടാ പറഞ്ഞേ? അയ്യോ എടാ, പുള്ളി കന്നഡയിൽ പറഞ്ഞ മലയാളത്തിൽ പറ. എല്ലാവരും ഇവിടെ ഇരിക്കുക, അവർ പെർമിഷൻ മേടിച്ചു വരുമ്പോ. Okay guys, we are in the Indian Red Cross Society of India. Okay. So this is myself, Viola. This is Muriel, and on the screen comes San Mary, Reggie, then Neha Mary, Joe the farmer, then Sanya, Joe the farmer, Kale Gundetega 360, Joe the farmer. Okay. ഒരു മലയാളം പാട്ട് പാടാമോ? അത് വേണ്ട, വേറെ സോങ്. I know other Malayalam. പാടിക്കോ, ഇഷ്ടമുള്ള പാട്. അത് വേണ്ട, വേറെ. അമ്മ കട്ടുണ്ട്. അമ്മയല്ല, അപ്പാൻ. കണ്ടോ? ഒന്ന് ഞെക്കിയാ മതി, ഇവിടെ എല്ലാം നിക്കണ്ട. ജീവന സായോജം ദർശന.
ഉനക്ക മുന്തിരി പരക്ക് പരക്ക് മഞ്ജുന നാല് തിലക്ക് തിലക്ക് കൊരക്ക് കൊരക്ക് വെച്ചല മാന്ത് ചവക്ക് ചവക്ക് മഞ്ജുന നന്നതരക്ക് തരക്ക് Proud of you. You want to sing a Malayalam song? ആർക്കും എന്ത് സന്തോഷമുണ്ട് ഇതിനെ കണ്ടിട്ട്? ആസ്റ്റൺ ആസ്റ്റൺ നിന്റെ ബേബി സിമോണയ്ക്ക് ഒരു പേടിയില്ലേ? We came back from Red Cross Society, Indian Red Cross Society. ഞങ്ങൾ എപ്പോഴാണ് ഒരു 4 മണി എന്തായപ്പം തിരിച്ചു വന്നു. അപ്പം ഞങ്ങളോട് ഷോപ്പിംഗ് നോക്കണം പറഞ്ഞു. കാരണം ദിസ് ഈസ് അവർ ലാസ്റ്റ് ഡേ ഹിയർ. ഷോപ്പിംഗ് ഇന്നോടെ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി അറിയാം. അത് കുറച്ച് നേരം ഇടയ്ക്കാണ് എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും കയറുമായിരിക്കും. ചൂടാണേ, ഇപ്പൊ വറുത്തെടുത്തതേ ഉള്ളൂ. പിന്നെ പരിപ്പോടെ അല്ലേ? അല്ലല്ല, കിഴങ്ങ് വട. ആലു ടിക്കി കഴിച്ചു. കുത്തി കീറടി. എങ്ങനെയുണ്ട്? നൈസാ. ഹൽദിറാംസിനേക്കാളും കൊള്ളാം അല്ലേ? എടുക്കടി. നല്ലല്ലേ ഇത്? ആലു ടിക്കി. നമ്മളെങ്ങോട്ടാ പോന്നേ? നമ്മൾ പോകുന്നത് ഇന്ന് കരീംസിലേക്കാണ്. പക്ഷെ അവരുടെ ഒറിജിനൽ ബ്രാഞ്ച് അല്ല, അവരുടെ ഒരു ബ്രാഞ്ച് ഇവിടെ ഉണ്ട് കരോൾ ബാഗില്. അങ്ങനത്തെ ഒറിജിനൽ സ്ഥലത്ത് ഒറിജിനൽ സ്ഥലമാണ്. ഐ മീൻ അവരുടെ ഒരു ബ്രാഞ്ച് ആണ്. പക്ഷെ അവരുടെ ഒറിജിനൽ ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത് ജുമാ മസ്ജിദിന്റെ അടുത്താണ്. ഓക്കെ, അത് ജമാ മസ്ജിദ്. ഓക്കെ, 1918 ഇവര് തുടങ്ങിയത്. മുഗ്ലായി കുസീനാണ്. അതാണ് അവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ. ഇപ്പൊ ഏകദേശം 100 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. പക്ഷെ അവരുടെ മെയിൻ ഡിഷസ് എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി മട്ടൺ ഫുഡാണ് അവർ കൊടുക്കുന്നത്. മെയിൻ അവർക്ക് എസ്പെഷ്യലി അവരുടെ മട്ടൺ ബുറാറ, മട്ടൺ നിഹാരി, ഷീഷ് കബാബ്സ്, പിന്നെ കരീം സ്പെഷ്യൽ റൊട്ടി. കടകളിലൊന്നും കൊണ്ടുപോകാറില്ല. അവിടുത്തെ ഹിസ്റ്ററി പിന്നെ പക്ഷെ ക്ലീൻനെസ് ഇവിടെ ഭയങ്കര വൃത്തി വേണ്ടവർക്ക് പോകാൻ പറ്റിയ ഒരു കടയാണ്. കാരണം വൃത്തി ഉണ്ടാവും. പോകാൻ പറ്റൂല. എനിക്ക് പറ്റിയ കടയാ. നമുക്കൊക്കെ പറ്റിയ കടയാ. എന്താ ഓർഡർ ചെയ്തേ? നമ്മളെന്താ ഓർഡർ ചെയ്തേ? റൊട്ടി, പിന്നെ ചിക്കൻ ജഹാംഗീരി, പിന്നെ നമ്മൾ ഖറാഹി ടോസ്റ്റ്. നമുക്ക് ഇതിന്റെ ഒന്നും അറിയത്തില്ല. എന്നാൽ ഇതിന് ഓർഡർ ചെയ്ത് നമ്മൾ തന്നെ തിന്നുന്നു. അത്രേ ഉള്ളൂ. ഇത് പറഞ്ഞല്ലോ, മനസ്സിലായോ? എന്നാലും മനസ്സിലായ പോലെ ഇരിക്കാം. റജി, നമ്മളെന്താ ചിക്കൻ ജഹാംഗീറോ? പശുവോ? പശു തിന്നാൻ കൊതിയാവുന്നു. എനിക്ക് പശു തിന്നാ മതി. നാട്ടിൽ ചെന്നിട്ട് നീ തിന്ന് 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 ഇവിടെ വരെ കേറും. എവിടെ അടി കൊണ്ട് ആ ചേട്ടന് ആ ഗ്രില്ല് വെക്കുന്നതിന് ഇപ്പൊ എന്നെ വെക്കും. ഇതെന്താ കട്ട്ലറ്റോ? ഷാമി കബാബ്. എടാ അതെന്താടാ? ഷാമി കബാബ്. എങ്ങനുണ്ട്? നമ്മുടെ ഡൽഹിയിലെ ഷോപ്പിങ്ങും കഴിഞ്ഞു, ഫുഡ് അടിയും കഴിഞ്ഞു, പിന്നെ വിസിറ്റും കഴിഞ്ഞു. ഇനി പെട്ടെന്ന് പോകണം തിരിച്ച് ഹോട്ടലിൽ. എന്നിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇത്രയും എങ്ങനെ കഴിക്കുന്ന ഈ പിള്ളേരുടെ വയറ്റിൽ എന്താ കക്കപ്പുഴ. അതുകൊണ്ടൊന്നല്ല, ഫുഡ് ഞങ്ങൾ വേസ്റ്റ് ചെയ്യില്ല. എന്നെ കാണാൻ മറ്റേ ഹിന്ദി സീരിയലിലെ മരണ വീട്ടിലെ പിള്ളേരെ പോലെ, പെണ്ണുങ്ങളെ പോലെ. ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് 5:30 മോർണിംഗ്. 5:30 ഗോയിങ് ടു താജ്മഹൽ, ആഗ്ര. താജ്മഹൽ അല്ല,
താജ്മഹലിലും പോകുന്നുണ്ട്, ആഗ്ര ഫോർട്ടിലും പോകുന്നുണ്ട്. താജ്മഹൽ അങ്ങനെ എൻ്റെ വർഷങ്ങളിലായിട്ടുള്ള താജ്മഹൽ എന്ന സ്വപ്നം ഇന്ന് പൂവണിയോ ഇല്ലെന്ന് കുറച്ച് കഴിയുമ്പോൾ അറിയാം. ഹായ്. ഞാനാരായി This is morning 8 o'clock. We are on the way to Agra. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? സേമിയ, ഉപ്പുമാവ്, കടലക്കറി. ഇത് ഗോളി ബജിയുടെ പുതിയ അല്ലല്ലോ, ഇത് വടയാ, ഉഴുന്നോടയുടെ പുതിയ സൈസാ. ഞാൻ വിചാരിച്ച ഗോളി ബജിയുടെ ഗോളിയാണ്. എക്സ്പ്രസ്സോ. ഹോട്ട് കാപ്പുച്ചിനോ. Oh yeah. Hey guys, we are in Agra, the city of Taj. ഞാൻ നിങ്ങളെ നോക്കി നിന്നപ്പോ ഞാൻ നിങ്ങളോട് ഒറ്റയ്ക്കായി. രണ്ട് മണ്ടന്മാരും സേഫ്റ്റി രണ്ട് ജഗ്ഗുബന്ദറും ഞാനും തന്നെയായി. ജഗ്ഗുബന്ദറിനെ അറിയത്തില്ലേ? ഫ്ലോറയിലെ സോറി ചോട്ട ഭീമിലെ. നീ അങ്ങനെ ആക്കല്ലേ ഞങ്ങളെ. പിന്നെ ഞാൻ താജ്മഹലിൽ പോന്നാറിന് എല്ലാം ക്ഷമിക്കുന്നു. ഓ, താജ്മഹൽ ഗിംബിൾ എടുക്കില്ല, കാരണം വരുന്നതിന് മുന്നേ താജ്മഹലിലെ ഡൂസ് ആൻഡ് ഡോൺസ് കണ്ടിട്ടേ വരാം അവള് കേട്ടോ. അല്ലെങ്കിൽ എന്നെ പോലെ താജ്മഹൽ കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ എക്സൈറ്റഡ് അല്ല, എന്റെ ഗിംബിൾ കയറ്റിയില്ല, അതുകൊണ്ട് എന്റെ എക്സൈറ്റ്മെന്റ് പോയി. എന്റെ എത്ര വർഷത്തെ കാത്തിരിപ്പാ. ഞാൻ 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡിൽ ഒരു വണ്ടറെങ്കിലും ഇന്ന് കാണും. താജ്മഹൽ ആരെ പണ്ടെന്ന് അറിയോ ലിയോയ്ക്ക്? താജ്മഹൽ പണിഞ്ഞത് ഷാജഹാൻ മുംതാസിന് വേണ്ടി. അതറിയാത്തൊരു LKG കൊച്ചു പോലും ഇവിടെ ഇല്ല. എക്സെപ്റ്റ് ഫോർ ലിയോ. താജ്മഹൽ പണിതത് 20,000 ആൾക്കാര് 22 വർഷം എടുത്തിട്ടാ പണിതത്. പക്ഷെ കുറെ പേര് മരിച്ചുപോയി. എല്ലാവരും മരിച്ചു, അവരെ കൊന്നു. ഇതിന്റെ മെയിൻ എഞ്ചിനീയറിന്റെ കൈ രണ്ടും ഷാജഹാൻ വെട്ടി, കാരണം അത് ഇനി റീക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ആണോ? അയ്യോ. അതുകൊണ്ടാണ് 400 കിലോമീറ്റർ നിന്ന് ആനേനെ വഴി കെട്ടി വലിച്ച് മാർബിൾ കൊണ്ടുവന്നിട്ടാണ് താജ്മഹൽ പണിതത്. എനിക്ക് വീട് 16-ാം നൂറ്റാണ്ടിലാണ്. മക്കാറയോ അങ്ങനെ എന്തോ മക്കാറ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. അതിനെ 400 കിലോമീറ്റർ കൊണ്ടുവരാൻ പറ്റും. ഗ്രേറ്റ്. 1 ലക്ഷം രൂപ മുടക്കിയാണ് അന്ന് പറഞ്ഞാൽ 1681 ആ സമയത്തല്ലേ. 1681 വെറും 4 ലക്ഷം രൂപയ്ക്ക് പണിതു താജ്മഹൽ. ഇപ്പൊ 4 ലക്ഷം രൂപയ്ക്ക് താജ്മഹൽ പോയിട്ട് താജ്മഹലിന്റെ ഇതുപോലും കിട്ടില്ല. എന്താ താജ്മഹലിന്റെ കളിപ്പാട്ടം പോലും കിട്ടില്ല. 20 രൂപയ്ക്ക് അവിടെ കിട്ടും സ്നോ ഗ്ലോബ്. നല്ലതെന്ന് ഉദ്ദേശിച്ച കുറച്ച് കൂടിപ്പോയി. താജ്മഹൽ ചുമന്നു പോയോ ടാൻ അടിച്ച്? ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഒരെണ്ണെങ്കിലും കാണാൻ പറ്റിയല്ലോ. എന്താ 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡിൽ ഒരെണ്ണെങ്കിലും കാണാൻ പറ്റും. അത്രയും സന്തോഷം. നമ്മൾ താജ്മഹലിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഡോറല്ലേ മറ്റേ വെളിച്ചം അല്ല എന്താ പടാ, ഇവിടെ നോക്കുമ്പോ കാണാൻ പറ്റത്തില്ല, ഡോറ് കഴിയുമ്പോ കാണാം അല്ലേ? ഇതെന്താ പുള്ളി പറഞ്ഞേ? നമ്മൾ ഉള്ളിലോട്ട് മുമ്പിലേക്ക് പോകുന്നവരും താജ്മഹൽ ബാക്കിലേക്ക് പോകുന്നവരും ഫീൽ ആവും. ഫീലല്ലേ? ഹായ് സർ. ഓ, ഇവിടുന്ന് ആക്ച്വലി കാണാം താജ്മഹൽ. അല്ല, എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കാണാൻ കുറച്ച് കേറുമ്പം ബ്ലർ ആവും തോന്നുന്നു. ബ്ലർ ആയില്ലേ? Tajmahal is so beautiful. Yeah, Tajmahal is so beautiful, right? ഞാനും താജ്മഹലും ട്വിന്നിങ് ആണ്. അധികം ഒന്നും വ്ളോഗ് എടുത്തില്ല, കാരണം ഞങ്ങൾക്ക് ആകെ 1.5 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. ഫുള്ള് ഫോട്ടോസും വീഡിയോസും എടുക്കുമായിരുന്നു. അതുകൊണ്ട് അധികം ഒന്നും എനിക്ക് വ്ളോഗിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. താജ്മഹൽ കണ്ടിട്ട് എന്ത് തോന്നി? താജ്മഹൽ കണ്ടിട്ട് ഒന്നും തോന്നിയില്ല. ഞാൻ പറയാം, ജിനുവിനെ പട്ടാളം പിടിച്ചു. നിന്നെയും പട്ടാളം പിടിച്ചു. പക്ഷെ അത് തെറ്റുകാരി ജിനുവാണ്. ജിനു കാരണമാണ് എന്നെ പിടിച്ചത്. എന്റെ വാക്ക് കേൾക്കാനിട്ട് ഇങ്ങനെയല്ലേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇവര് പറയട്ടെ, ഈ ഗാർഡനിൽ കൂടെ ഇറങ്ങി ഓടി, എന്തോ സ്വന്തം വീട്ടിൽ കൂടെ ഓടുന്ന പോലെ ഇതിൽ കൂടെ കിടന്ന് ഓടി. പട്ടാളക്കാര് വിസിലടിച്ച് പിടിച്ചു. 5000 രൂപ ഫൈനും കൊടുത്തു. അത് എനിക്ക് മനസ്സിലായിട്ട് ഹിന്ദിയിൽ അവര് ഫൈനാ ചോദിച്ചത്, 1 രൂപ പോലും ചോദിച്ചില്ല പോലെ.
5 ഹസാർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുവാ ചിരിച്ചോണ്ടൊന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. മേടിച്ചില്ല കൊടുക്കാനേ അല്ല, അത് മേടിക്കാനല്ലേ. അതെ. താജ്മഹലിന്റെ ഓർമ്മയ്ക്ക് ഇത് മാൻഡേറ്ററി താജ്മഹൽ സ്നോ ഗ്ലോബ്. എന്താ ഇത്? സ്നോ ഗ്ലോബ്. നീ മേടിച്ചോ? അനക്ക് വേണ്ട? ഞാനും മേടിച്ചടി. എല്ലാരും മേടിച്ചു. ബസ് ഫുള്ള്. You bought class pick. Yeah. Show me. This is Fathom Love 2021, 2025 batch. Oh, nice. First, this is me in the center. This is me. Okay, You and give me this for. വലിയ സ്റ്റൈലിന് ഹീൽസ് ഇട്ടുകൊണ്ട് വന്നവരൊക്കെ ഷോ കാണിക്കാൻ പോയത് ഗൈസ്. This is vegetable pulav. എന്തിനാ കരയുന്നേ? മോരല്ലേ വീണേ? കഴുക. എന്റെ ഇതിനകത്ത് കടലക്കറിയാ. പഞ്ചാബി ധാബ അവിടെ. പഞ്ചാബി ധാബ അതല്ല, പഞ്ചാബി ധാബയാണോ ചോദിച്ചതാ. ഇവിടെ നല്ല കേട്ടോ. നമ്മുടെ ഓൺ ഫുഡ് ഇത്. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ലായിരുന്നു. ഇനി എന്താ പ്ലാൻ? നീ ഇവിടുത്തെ കടകളിൽ പോകുന്നുണ്ടോ? എന്നാ ഞാനും ആഗ്രഹപ്പെട്ടു. ഏത് കട നോക്കിയാലും ആഗ്രഹപ്പേട്ട. ഇവിടെ ഇതിനൊരു ക്ഷാമം ഇല്ലല്ലേ? എല്ലായിടത്തും എവിടെ നിന്നാലും ആ ആഗ്രഹപ്പേടാക്ക് വേണ്ടിട്ട് അവര് വിളിക്കുക. നീ മേടിച്ചോ? എന്താ സാധനം? എന്താന്ന് എനിക്കറിയില്ല. പല ഷേപ്പാവും. ഇത് അങ്ങോട്ട് കൊണ്ട് തിരിച്ച. ആഗ്രഹപ്പേട മേടിക്കാൻ പറഞ്ഞിട്ട് ഇതാ മേടിച്ചിട്ട് വന്നേ. നമ്മളെക്കാളും നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സാധനം. വായി വെച്ചിട്ട് എനിക്ക് ഇഷ്ടമായി. ടേസ്റ്റ് ഉണ്ട്. അയ്യോ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ വീട്ടിൽ വിളിച്ച് മമ്മി പറഞ്ഞ വേണ്ട, അതുകൊണ്ട് മേടിക്കാൻ. എനിക്ക് ഒരു വാട്ടോളത്തിന് ചോദിച്ചു. അപ്പൊ ഇതവിടെ ഒരു അപ്പാപ്പൻ പോയി. അപ്പാപ്പനോട് പാവം തോന്നി മേടിച്ചതാ. അപ്പാപ്പന് നന്നായിട്ടാക്കാൻ അറിയാം. എനിക്ക് അത്ര എന്തുവാ സാധനം. മടുത്തു. വെയിലടിച്ച് മടുത്തു. ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട് എന്ന് വായി വരുന്നത്. ആഗ്ര ഫോർട്ട് മടുത്തോ? വെയിലടിച്ച് മടുത്തു. നോ കമന്റ്സ്. ഫോർട്ടിന്റെ വ്ലോഗ് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് റെഡ് ഫോർട്ടിൽ പോയില്ല, സമയമില്ലാത്ത കാരണം. അതുകൊണ്ട് ആഗ്ര റെഡ് ഏതെങ്കിലും ഒരു ഫോർട്ട് പോരെ. തൽക്കാലം നമുക്ക് ആഗ്ര ഫോർട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ടും ഒരേപോലെയൊക്കെ ഉണ്ട് കാണാൻ. ബേക്കൽ കോട്ട പോലെയുണ്ട്. ബേക്കൽ കോട്ടും ബേക്കൽ ഫോർട്ട് പോലെ ഉണ്ട്. മുഗൾ എംപയർ അല്ലേ പണിയുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് ഒരേ ആരാ പറഞ്ഞതൊക്കെ? ഞാൻ പറഞ്ഞു കല്ലുകളൊക്കെ ആ സമയത്ത് ഇങ്ങനത്തെ കല്ലുകൾ കിട്ടുന്നത്. എടിയാ നിന്റെ ഉള്ളിലോട്ട് വരാം. ഡാർക്ക് ആണല്ലോ ഡി. ഡാർക്ക്. ഇഷ്ടായോ? എനിക്ക് ഇഷ്ടമായി ഭയങ്കര. നമ്മള് കുറച്ച് കണ്ടല്ലോ. കുറച്ച് കണ്ടുള്ളൂ. ബാക്കിയൊക്കെ ദിനാർമയുടെ അടിയിലാ. നമ്മളെ കയ്യിൽ തന്നെ അല്ലേ, വേറെ ആരുടെയും കയ്യിലല്ലല്ലോ. അതത്ര തന്നെ. ത്തോടെ മുഗൾ എംപയറിനോടും എന്റെ സ്വപ്ന ജീവിതത്തോടും വിടാം. നാളെ തൊട്ട് ഞാൻ റിയാലിറ്റിയിലേക്ക് തിരിച്ചു പോവുകയാണ്. നാളെ തൊട്ട് എന്താ ലൈഫ് ഡ്രൈ. ഞാൻ റിയാലിറ്റിയിലേക്ക് തിരികെ പോണ്ട. നാളെ ട്രെയിൻ കയറി വേറെ വീട്ടിലും പോയാലോടി. കഴിഞ്ഞു. എനിക്ക് വേണ്ട. ഇവിടെ ഇതോടെ ശരിക്കും കഴിഞ്ഞു. ഡൺ ആൻഡ് ഡസ്റ്റഡ്. എല്ലാരും അടുത്ത ട്രിപ്പ് ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുന്നു. മടുത്തു, വിശക്കുന്നു. ഗോയിങ് ബാക്ക് ടു ദ ബസ്. ആഗ്ര വിടുന്നു. എനിക്ക് വ്ളോഗൊന്നും ഞാൻ എടുക്കുന്നില്ല. ആഗ്രഹം ഇപ്പൊ ബസ് കയറി നമ്മൾ നേരെ പോവല്ലേ? നേരെ സ്ട്രേറ്റ്. ചായ കുടിക്കാൻ എവിടെയെങ്കിലും ഇറങ്ങും. ഡിന്നർ കഴിക്കാൻ എവിടെയെങ്കിലും ഇറങ്ങും. അല്ല തോന്നുന്നു. ഡിന്നർ കഴിക്കാൻ എവിടെയെങ്കിലും. ഡിന്നർ ഡൽഹിയിലാകാൻ പറഞ്ഞ. അപ്പൊ ഡൽഹിയില് ഡിന്നർ കഴിക്കും, കയറി കിടക്കും. ഏർലി മോർണിംഗ് 2 o'clock ലീവിങ് ഡൽഹി. എനിക്കിത് പറയുമ്പോ തന്നെ നെഞ്ച് പറയുന്ന വേദന. ചെല്ലുന്ന കാര്യമേ ആലോചിക്കാൻ വയ്യ. അലക്കാനുള്ള തുണികളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്.
ഹോസ്റ്റല് വീട്ടിലോട്ടായിരുന്നു പോകുന്നത്. എനിക്ക് ഇത്ര വിഷമാവത്തില്ലായിരുന്നു. ഹോസ്റ്റലിലോട്ട് പോകണ്ട. ഇവിടുത്തെ ഫുഡ് ഞാനും മിസ് ചെയ്യും. ഇവിടുത്തെ ഫുഡും ഞാൻ മിസ് ചെയ്യും. ടൂർ ഗൈഡ്സിനെ ഞാൻ മിസ് ചെയ്യും. നല്ല വൈബായിരുന്നു അല്ലേ? നല്ല നല്ല ട്രാവൽ ഗൈഡ്സ് ആയിരുന്നു. അവരെ മിസ് ചെയ്യും, എല്ലാം മിസ് ചെയ്യും. വീട്ടിൽ വിളിച്ചപ്പോ അവര് പറഞ്ഞു ഞാൻ തടി വെച്ചെന്ന്. ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടാണ്. ഇവിടുത്തെ ഫുഡ് കഴിച്ചില്ല. ഇവിടുത്തെ മോര് അടിപൊളി. മോര് മാത്രം ആ മോര് മാത്രം മതി. മോര് ഇസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദി ഡേ. ഐ വിൽ മിസ് ദിസ് ട്രിപ്പ്. നമ്മളൊക്കെ നമ്മളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് ഇല്ലല്ലേ? ഇനിയില്ല. നമ്മൾ പ്ലാൻ ചെയ്തൊന്നും നടക്കാറില്ല. ഇതിപ്പോ പ്ലാൻ ചെയ്തത് കോളേജ് ആയതുകൊണ്ട് നടന്നു. അത് നടക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാരും പല വഴിക്കായിരിക്കും. ബൈ. എന്താ കഴിക്കാത്ത? നിനക്ക് വിഷമം കാരണല്ലേ നീ കഴിക്കാത്ത? നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞെന്റെ ഒന്നും ഇറക്കാൻ പറ്റുന്നില്ല. ട്രിപ്പ് കഴിഞ്ഞ മുക്കാല് തീർന്നല്ലോ. അതത്രേ ഉള്ളൂ. ഇന്ന് നിർത്തി. കഴിക്ക്. തിരിച്ച് ഹോസ്റ്റലിൽ നമുക്കൊന്നും കഴിക്കില്ല. ഇത് നീ കഴിക്ക്. ട്രിപ്പ് കഴിഞ്ഞു. മംഗളൂര് പോവല്ലേ? മംഗളൂർ. ബാക്കി കളികൾ അവിടെ. അതെ, മൊത്തം കളികൾ മാത്രമാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാംഗ്ലൂർ. ഞങ്ങൾ 11 എന്തോ രാത്രി 11 എന്തോ ആയി ഇവിടെ വന്നപ്പം. ട്രെയിനിലൊന്നും ഞാൻ വീഡിയോസ് എടുത്തതേ ഇല്ല. ആരും അതിനൊന്നുമുള്ള മൂഡിലില്ലായിരുന്നു. ട്രിപ്പ് അവസാനിക്കുന്നതിൻ്റെ ഒരു മൂഡിലും വിഷമത്തിലും അല്ലാതെ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാനുള്ള മൂഡിലല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ട്രെയിനിൽ ഒരു വീഡിയോസും എടുത്തില്ല. കുറച്ച് നേരമൊക്കെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. ഫൈനലി വി റീച്ച്ഡ് മാംഗ്ലൂർ. ചിലപ്പോൾ ഞാൻ ഇതോടെ വ്ളോഗിങ് പോലും നിർത്തും. എനിക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കതിനൊന്നും സമയമൊന്നുമില്ല. ഞാൻ വീഡിയോ എടുക്കുമെന്നൊന്നും അറിയില്ല. കാരണം അറിയാമല്ലോ, നഴ്സിംഗ് ലൈഫ് അങ്ങനെയാണ്. നമ്മൾക്ക് വേണ്ടി കണ്ടെത്താനൊന്നും സമയം കാണില്ല. അതിനു വേണ്ടി കാര്യങ്ങളായിട്ട് നമ്മൾ ബിസി ആയിരിക്കും. പിന്നെ സാരമില്ല, നമ്മൾ റിയാലിറ്റിയിലേക്ക് വന്നേ പറ്റൂ. കാരണം നമ്മുടെ ലൈഫ് ഇവിടെയാണ്, നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്. ട്രെയിനുകൾ കയറുന്നു, എവിടെയെങ്കിലും ഇറങ്ങുന്നു, പിന്നെയും ട്രെയിൻ കയറുന്നു, എവിടെയെങ്കിലും ഇറങ്ങുന്നു. എല്ലാവരും ട്രിപ്പ് കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു സൈലൻസ് ആഫ്റ്റർ ദ ട്രിപ്പ് നടത്തില്ല, അതൊരു ഫേസിലാണ് ഇപ്പം. പിന്നെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പം ഉണ്ടായിരുന്നതിൻ്റെ മുടി പകുതിയായിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പം മുക്കാലും കൂടെ പോവായിരിക്കും. ഭയങ്കര ഹെയർ ഫോളായിരുന്നു. ഡൽഹിയിൽ ആരെങ്കിലും ഡൽഹിയിൽ മണാലിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ മുടി കഴുകാതിരിക്കാൻ ശ്രമിക്കുക. ഡൽഹിയിലെ വെള്ളത്തിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ. ഐ റിഗ്രറ്റ്. പിന്നെ ക്ലൈമറ്റ് ഇവിടെ 40 ഡിഗ്രി എന്തുവാ വന്നത്, 14 ഡിഗ്രിയിൽ നിന്ന് 20 ഡിഗ്രിയിൽ നിന്ന് വന്നതാണ്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. നാളെ തൊട്ട് ബാക്ക് ടു മൈ കോളേജ്, ബാക്ക് ടു ക്ലാസ്. ആദ്യം ഈ കൊണ്ടുവന്ന 2 കെട്ട് തുണി അലക്കണം. നാളെ നമുക്ക് അവധിയാണ്, വലിയ കാര്യം. നാളെ അവധിയാണ്, നാളെ ലീവാണ്. അപ്പം നാളെ ലീവോടെ കഴിഞ്ഞാൽ ഔദ്യോഗികമായി ഞാൻ എൻ്റെ 4th ഇയർ ക്ലാസ്സിലേക്ക് ഔദ്യോഗികമായ ബ്രേക്കിന് ശേഷം പിന്നെയും ക്ലാസ്സിലേക്ക് കടക്കും. ബൈ.